ഞാനിതിട്ടിട്ട് അവസാനം മറ്റേ ജോക്കറിലെ കസ തോന്നി. പണ്ട് എന്തോ കവികൾ പാടിയിട്ടുണ്ടെന്ന്, ശംഖ് കഴുത്തെന്നാണ് അതിന് പറയുന്നത്. ആയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ. കാണുമ്പോൾ എൻ്റെ അമ്മ ഇത്രയും വണ്ണം ഉണ്ടോയെന്ന് തോന്നുന്നു. പക്ഷെ അതല്ല, ഇത് ഭയങ്കര ബോഡി ഫിറ്റായിട്ട് നമുക്ക് ലൂസായിട്ട് കിടക്കും. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവിചന്ദ്രൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെന്താ കവറൊക്കെ ആയിട്ടെന്നായിരിക്കും അല്ലേ? ഒരു ചെറിയ ഷോപ്പിങ്ങിൻ്റെ ബാക്കി പത്രമാണിത്. കാരണം വേറെ ഒന്നുമല്ല, നോർമലി നമ്മൾ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ പോകുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായൊരു ഷൂട്ടിങ്ങിലേക്കാണ് ഞാനിന്ന് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കുന്നത്. കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മുടെ അമൃത TV-യിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോമഡി മാസ്റ്റേഴ്സ് നിങ്ങൾ ഒരുപാട് പേര് കാണുന്നുണ്ടാവും. കുറേ പേര് അതിൽ കമൻറ്റൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി കൊള്ളാം, അതിൽ മേക്കപ്പ് കൊള്ളാം. അപ്പോൾ അതിൻ്റെ ഒരു ഷൂട്ടിനുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് അപ്പോൾ നോർമലി നമ്മളുടെ കയ്യിലുള്ള ഡ്രസ്സുകളാണ് ഇടുന്നത്. പക്ഷേ ഈ ഒരു ഷെഡ്യൂളിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും എനിക്ക് കുറേ ഡ്രസ്സുകൾ സ്പോൺസേഴ്സും ഞാൻ കുറേ വാങ്ങിച്ചിട്ടുമുണ്ട്. എനിക്ക് കുറേ കേർട്ടസി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് നിങ്ങളെ ഇവിടെ കാണിക്കണം തോന്നി. കാരണം ആ എപ്പിസോഡ് കാണാത്തവർക്ക്, അല്ലെങ്കിൽ അത് ഇനി ഇത് കണ്ടിട്ട് അത് പോയി കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അകത്ത് ഇടുന്ന ഡ്രസ്സുകൾ, ആക്സസറീസും ഒക്കെ. അപ്പം ഇന്ന് ആ ഒരു പാക്കിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മളുടെ ഒരു വൺ ഓഫ് ദ ഫേവററ്റ് ബുട്ടീക്കാണ് ദീപാലി. എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു ഷോപ്പും കൂടെയാണ്. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, നമ്മളുടെ ഒരു വിഷു മേക്ക് ഓവർ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. ദീപാലിയുടെ ഒരു 3-4 വെറൈറ്റി ഡ്രസ്സുകൾ നമ്മൾ ചെയ്തിരുന്നു. ദീപചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഷൂട്ടും ചെയ്തത്. ദീപചേച്ചി എനിക്ക് വളരെ ഒരു ക്ലോസ് ടു ഹാർട്ടായിട്ട് ഞങ്ങളുടെ ഫാമിലി മെമ്പർ തന്നെയാണ്. അപ്പോൾ ദീപചേച്ചി ഇത്തവണ എനിക്ക് 2 ഡ്രസ്സാണ് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. കണ്ടോ, ഒരു റെഡും ഒരു ബ്ലാക്കും. ലലലല കണ്ടോ, ഇതൊരു ഗൗണാണേ. കണ്ടോ, കണ്ടോ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി എനിക്കിഷ്ടമായി. ഇതിൻ്റെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ പീസാണ്. കുറച്ച് എലഗൻ്റ് ആണ്. ഇന്ന് എനിക്ക് കുറച്ച് സൗണ്ട്, കുറേ ദിവസങ്ങളായിട്ട് സൗണ്ടിന് കുറച്ച് സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് വോയിസ് റെസ്റ്റ് വേണമെന്ന്. ഞാൻ പറഞ്ഞു, ഒരൊറ്റ റെസ്റ്റേ ഡോക്ടർ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ, അത് അവസാനത്തെ റെസ്റ്റ് ഇൻ പീസാന്ന് പറഞ്ഞു. കാരണം വോയിസ് റെസ്റ്റ് ചെയ്താൽ പിന്നെ പോയില്ലേ. ഇവിടെ ഇതാ ഒരു ബട്ടൺ ഉണ്ട്, ഇത് സിപ്പാണ്, സിപ്പുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ഡീറ്റെയിലിംഗ് എനിക്ക് തോന്നിയത് എന്താ അറിയാമോ, ഇതിൻ്റെ കയ്യിൽ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നോർമലി നമ്മൾ ഇതിൻ്റെ കൈ വർക്ക് ചെയ്യുമ്പം ഇത് നമ്മളുടെ കറക്റ്റ് ലെങ്ത്തും കറക്റ്റ് അളവും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൈ കയറാൻ കുറച്ച് വിഷമമായിരിക്കും. പക്ഷെ അതിന് അവരിതേ ഇവിടെ സിബ് വെച്ച് തന്നിട്ടുണ്ട്. കണ്ടോ, കണ്ടോ. അപ്പം നമുക്കിത് ഇട്ടിട്ട് സിബ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കും. ഇതൊരെണ്ണം. ഓക്കെ, താങ്ക് യു ദീപചേച്ചി. ദീപചേച്ചിക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് എവിടെ നിന്നാണെന്നറിയാമോ? എനിക്ക് തോന്നുന്നു അതെനിക്ക് അയച്ചു തന്നു ചേച്ചി. എന്നിട്ട് നീത അംബാനി ഏതൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ട്, ഇത് ഇടട്ടേന്ന്. ഞാൻ പറഞ്ഞു, നീത അംബാനിയൊക്കെ ഇട്ടതല്ലേ, കുഴപ്പമില്ല, പിന്നെ ഞാൻ ഇട്ടോളാം. പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് ഇത്. ഞാൻ ചേച്ചിക്ക് സജസ്റ്റ് ചെയ്തതാണ്. ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടതാണ്. ഇത് ശരിക്കും ഒരു 3 പീസ് ഡ്രസ്സാണ്. ഇത് നോക്കിയേ, ഇതൊരു എന്താ പറയുക, കച്ചം മോഡലിൽ അല്ലെങ്കിൽ ഒരു സാരി, സ്റ്റിച്ച്ഡ് സാരി പാറ്റേണിലാണ് വരിക. ഇതിൻ്റെ ബ്ലൗസ് സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഞാൻ സ്ലീവ്ലെസ് ഉപയോഗിക്കാത്ത സ്ത്രീയാണ്. പക്ഷേ ഇതിന് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറത്ത് ഒരെണ്ണം കൂടെ വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് സ്ലീവ്ലെസ് ആണ്. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു ഓവർകോട്ടുമുണ്ട്. അപ്പോൾ അത് സ്ലീവ്ലെസ് അല്ല, അത് ഫുൾ സ്ലീവ്. നമ്മുടെ കണ്ടോ, ഇങ്ങനെ ഒരു ഓവർകോട്ടും വരും. ഇതല്ലേ ഇതിൻ്റെയൊക്കെ ഭംഗി നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ല. ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ കണ്ടിട്ട് ഞാൻ ദീപചേച്ചിക്ക് റെഫറൻസ് അയച്ചു കൊടുത്തു. അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ എക്സാക്ട്ലി ഇങ്ങനത്തെ ഒരു ഇതിൽ തന്നെ കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് കുറച്ച് വണ്ണം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര കോൺഷ്യസ് ആണ് ഇപ്പം. എല്ലാവരും ഇങ്ങനെ ബോഡി ഷേമിങ് ആണ്, എന്താണ് ചേച്ചി ഇങ്ങനെ വണ്ണം വെക്കുന്നത്, പഴയ പോലെ ആയില്ലോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ബാക്ക് ടു ജിമ്മിൽ പോകാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല. പിന്നെ
മെഡിക്കേഷനിലായിരുന്നു. H1N1 വന്നു, കോവിഡ് വന്നു, ബൈലാറ്ററൽ ന്യൂമോണിയ വന്നു. അപ്പോൾ എല്ലാം വന്നത് ബാക്ക് ടു ബാക്ക് എനിക്ക് ലങ്സിനെ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ഒരു കാർഡിയോ വർക്കൗട്ട്സോ അല്ലെങ്കിൽ വെയ്റ്റ്സ് ട്രെയിനിങ് അങ്ങനത്തെ ഒന്നും ഇപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് ടു ജിം പോകാത്തത്. വീണ്ടും വീണ്ടും പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ തടിയെ പറ്റി എല്ലാവരും ഇങ്ങനെ പറയുന്നതുകൊണ്ട് എനിക്ക് സങ്കടം വന്നിട്ട് പറയുന്ന. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടാൽ കൊള്ളുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു, ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് തയ്ച്ച് ഇട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും ട്രയൽ ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു. അപ്പം ഇതിട്ടിട്ട് ഫുൾ എങ്ങനെയാണ് ലുക്ക്, ഹെയർ ഡൂവും ആക്സസറീസും ഒക്കെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് രണ്ടാമത്തത്. ഓക്കെ, അങ്ങനെ 2 ഡ്രസ്സാണ് ദീപാവലിയിൽ നിന്ന് എടുത്തത്. പിന്നെ എനിക്ക് എപ്പോഴും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറാണ് വൂൾ ഗ്യാതറിങ്. വൂൾ ഗ്യാതറിങ് എന്ന് പറയുന്നത് കാക്കനാടാണ്. ദീപാവലി നമ്മുടെ ഇവിടെ തന്നെയാണ്, എടപ്പള്ളി ടോളിലാണ്. അപ്പം ലിജിയാണ് എനിക്കിത് ഡിസൈൻ ചെയ്ത് തന്നത്. വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഞാൻ ലിജി എടുത്ത് പറഞ്ഞത്. അപ്പോൾ ലിജി പറഞ്ഞു, എപ്പോഴും ദേവിയെ ഈ പട്ട് സാരിയിലും ഈ ട്രഡീഷണൽ ജ്വല്ലറിയിലും ഒക്കെ കാണുന്ന ഒന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ജഡ്ജിങ് പാനലിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കോസ്റ്റ്യൂം ഇടാമല്ലോ. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ സാരി ഉടുക്കണം, അല്ലെങ്കിൽ പൈജാമ വേണം, അല്ലെങ്കിൽ സാരി സൽവാർ വേണം, ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം. അപ്പോൾ ദേവി സാരിയിൽ തന്നെ നമുക്കൊരു ചേഞ്ച് പിടിച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഈ ഒരു സാരി ചെയ്ത് തരുമായിരുന്നേ. വളരെ ഡിഫറെൻ്റായിട്ട്. അതിൻ്റെ ബ്ലൗസ് നോക്കിയേ, ഒപ്പങ്ങളെമ്പടും ഒറ്റയ്ക്ക് ചുട്ടമായി, കണ്ടോ, ബലൂൺ കൈയൊക്കെ ആയിട്ട്. ഞാനെന്നിട്ടത് കണ്ടപ്പോൾ ഞാൻ ലിജി വെച്ചു, ഞാനത് ഇട്ടിട്ട് അവസാനം മറ്റേ ജോക്കറിലെ കസനി അങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല, നല്ല. കാരണം ഇതിൻ്റെ ലൈൻസ്, ഈ സാരിയും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് സാരിയാണ്. ഇതിൽ ഇതേ ഒരു ലേസൊക്കെ വെച്ചിട്ട്, ഇത് ഫുൾ ലേസ് ഉണ്ട്, അങ്ങറ്റം വരെ ലേസ് ഉണ്ട്. ഇതാണ് സിംഗിൾ ഇത് തന്നെയാണ്, ഇതിന് വേറെ പല്ലു ഒന്നുമില്ല. സെയിം ഡിസൈൻ തന്നെയാണ് ഫുള്ളും പോകുന്നത്. അതേ ഡിസൈനർ തന്നെയാണ് ബ്ലൗസും തയ്ച്ചിരിക്കുന്നത്. ഇതൊക്കെ ഉടുത്തിട്ട് ഞാൻ കാണിച്ചു തരും എങ്ങനെയുണ്ടെന്ന്. ഇത് ഒരെണ്ണം. അപ്പം അങ്ങനെ 3 എണ്ണമായി. പിന്നെ ഞാൻ വാങ്ങിച്ച ഡ്രസ്സുകൾ കാണിച്ചു തരാം. അത് വളരെ വ്യത്യസ്തമായ, കാരണം എൻ്റെ കയ്യിലുള്ള കളക്ഷനിൽ വെച്ച് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് ഞാൻ എടുത്തത് വെസ്റ്റ് സൈഡിൽ നിന്നാണ്. ഇത് ബ്രാൻഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാണ്. ഇതും ഒരു 3 പീസ് ഡ്രസ്സാണ്. ശരിക്കും ഇത് ഒരു പാൻറ്റ് വരും. ഇതിപ്പോൾ ഞാൻ സൈസ് എടുത്തിരിക്കുന്നത് XL ആണ്. മീഡിയത്തിൽ നിന്ന് XL എത്തിയിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം XL ആണ്. ഇതിൻ്റെ മേലേക്ക് ശരിക്കും ഇങ്ങനെ ഒരു ഷ്രഗ്, ഇങ്ങനത്തെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പാഗറ്റി പോലത്തെ ഒരു ഇത് വരും. അതിന് മേലെയുള്ള ഒരു ഓവർകോട്ടാണ്, ശരിക്കും കഫ്താൻ പാറ്റേണിലൊക്കെ വരണം. ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ അമ്മ ഇത്രയും വണ്ണം ഉണ്ടോയെന്ന് തോന്നും. പക്ഷെ അതല്ല, ഇത് ഭയങ്കര ബോഡി ഫിറ്റായിട്ട് നമുക്ക് ലൂസായിട്ട് കിടക്കും. ഭയങ്കര രസമുള്ളൊരു ഡിഫറെൻറ്റ് യുണീക്ക് പീസായിട്ട് എനിക്ക് തോന്നി. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, ഇത് ഞാൻ അവിടെ വെസ്റ്റ് സൈഡിൽ ചെല്ലുമ്പം ഈ കളർ ഇതൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ലാർജ് എനിക്ക് മതിയാവുമായിരിക്കും, എനിക്കറിയില്ല. അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയുക, XL പോകേണ്ടി വരില്ലായിരിക്കും. ലാർജിൽ എനിക്ക് ഓക്കെ ആവേണ്ടതാണ്, പക്ഷേ ലാർജ് ഇല്ലായിരുന്നു, XL മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയപ്പോഴത്തേക്കും ഞാനിതങ്ങ് മേടിച്ചു. വരുന്നിടത്ത് വെച്ച് കാണാം, ഇച്ചിരി ഇനി കൂടുതൽ വണ്ണം വെച്ചാലോ അപ്പോഴും ഇടാം. അപ്പോൾ ഇതൊരെണ്ണം. ഓക്കെ, അപ്പോൾ എത്രയായി? 4 ഡ്രസ്സായേ. ഇനി ഒരെണ്ണം ഉള്ളത്, ഈ ഡ്രസ്സിൻ്റെ പേരെന്താണെന്നറിയാമോ? ആലിയ. അത് ശരി, ആലിയ ഭട്ടിന് മാത്രം ആലിയ ഇട്ടാൽ മതിയോ? ദേവിച്ചെന്നെനിക്കും ആലിയ ഇടണ്ടേ? അതെന്താണെന്നറിയില്ല. ഇതിൻ്റെ ഈ ഒരു കട്ടിൻ്റെ പ്രത്യേകത ആയിരിക്കും. ഇത് ഞാൻ ലുലു സെലിബ്രേറ്റ് എന്നാണ് എടുത്തത്. ശരിക്കും സ്ലീവ്ലെസ് ആയിരുന്നു. പിന്നെ എൻ്റെ കൈക്കൊക്കെ ഭയങ്കര വണ്ണം ആയതുകൊണ്ട് ഞാൻ അവരോട്, സ്ലീവ് ഓൾറെഡി ഇതിലുണ്ടായിരുന്നു, അറ്റാച്ച്ഡ് ആയിരുന്നു, ആ സ്ലീവ് കൊണ്ടുവച്ചു. ഇപ്പോൾ കുറച്ച് ഡീപ്പ് നെക്ക് ആയതുകൊണ്ട് ആ ഡീപ്നെസ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി അതേ ഫാബ്രിക്കിൽ തന്നെ ഒരു ക്രോസ് ലെയറും കൂടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടോപ്പ്. ഇവിടെ 2 കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതിവിടെ അതാ കണ്ടോ, കെട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഉണ്ടോ, ഇങ്ങനത്തെ പാൻറ്റാണ്, പെൻസിൽ പാൻറ്റ് പോലത്തെ പാൻറ്റ്. ഷോള്, നല്ലൊരു ഷോള്, നല്ല വർക്കൊക്കെ ഉണ്ട്. ഇതേ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആ ഫുൾ ലെങ്ത്തിലുമുണ്ട്, ഫുള്ളായിട്ട്. ഇതൊരെണ്ണം. ഓക്കെ, പിന്നെ ഒരെണ്ണം വാങ്ങിച്ചത്, ഇതിപ്പോൾ എത്രയായി? 5 ആയി.
പിന്നെ ഒരെണ്ണം വാങ്ങിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പഞ്ചാബി സൂട്ടാണേ. അത് ഒരു ബോട്ടിൽ ഗ്രീനിൽ. ഇത് ഈ ഫ്ലോറൽ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? നല്ലൊരു ഗ്രീനും ആ ഒരു പിങ്ക് ഫ്ലവറും ഇതിൻ്റെ ഇതിൻ്റെ ലേസൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എനിക്ക് തോന്നി ഈ നെക്ക് വർക്ക് നല്ല രസമുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി എനിക്ക് ഇതിൻ്റെ ഷോളിൻ്റെ വർക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ശരിക്കും പാൻറ്റ് ഇങ്ങനെ തന്നെയാണേ. പാൻറ്റ് ഇങ്ങനെ ലൂസായിട്ട് കിടക്കണ പാൻറ്റാണ്. ഒരു അഫ്ഗാനി ഒരു പാകിസ്ഥാനി സൂട്ട് പോലത്തെയാണ് ഇത്. ഇതിൻ്റെ ഷോൾ നോക്കി, നല്ല സോഫ്റ്റ് ഷോളാണ്. കണ്ടാ? ഫുൾ ഫ്ലോറലാണ്. എനിക്ക് ഈ ഫ്ലോറൽ പ്രിൻസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ക്രേസ് തന്നെയാണ്. ശരിക്കും എപ്പോഴും ഔട്ട്ഡേറ്റഡ് ആകാത്ത ഒരു പ്രിൻ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഫ്ലോറൽ. ഇപ്പോൾ സാരീസിലായാലും ലെഹങ്കാസിലായാലും എല്ലാവരും ഫ്ലോറൽ ചൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ഒരെണ്ണം വാങ്ങിച്ചു. അങ്ങനെ നമ്പർ 6. ഓക്കെ, ഇത്രയാണ് ഡ്രസ്സ്. ഈ ഇട്ടിരിക്കുന്ന കഴിഞ്ഞ ഷെഡ്യൂളിൽ ഇട്ടതാണ്. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? ട്രെൻഡ്സിൽ നിന്നാണ് തോന്നുന്നു. ട്രെൻഡ്സിൽ നിന്നാണ്. ഇത് ശരിക്കും ഒരു സിംഗിൾ പീസാട്ടോ. ഇത് ഓവർകോട്ടൊക്കെ ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ആക്സസറീസ് കാണണ്ടേ? അതും കാണിച്ചു തരാം. ഇനി സമാധാനമായിട്ടിരിക്കാം. ഇനി നമ്മുടെ ഏരിയയാണ് ഓർണമെൻറ്റ്സ്. ഡ്രസ്സാകുമ്പോൾ നിന്ന് കാണിക്കണമല്ലോ, ഫുള്ള് കാണിക്കണ്ടേ. അപ്പം ഓരോ ഡ്രസ്സിനും പറ്റുന്ന ഓർണമെൻറ്റ്സ് കുറേയൊക്കെ എൻ്റെ കയ്യിലുണ്ട്, കുറേ നമ്മൾ പറക്കാട്ടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഡ്രസ്സ് ഇത് അല്ലേ, ഇതൊരു ശരിക്കും ഒരു ട്രഡീഷണൽ ബനാറസിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഇതിടാം. കണ്ടോ? കാരണം ഇതിന് ഹൈനെക്കാണ്. ഇതിനപ്പം മാലയും വളയുടെ ആവശ്യമില്ല, ഫുൾ സ്ലീവാണ്. അപ്പോൾ അതുകൊണ്ട് കമ്മൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു കമ്മലിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ എപ്പോഴും കൊണ്ടുവന്നത്. ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ സാരിക്ക് മാച്ച് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് എടുത്ത് വയ്ക്കും. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പം നമുക്ക് വേറെ എന്തെങ്കിലും ഐഡിയ വരും, അപ്പോൾ അത് മാറ്റി ചെയ്യാറുണ്ട്. പിന്നെ ആരെങ്കിലുമൊക്കെ സജഷൻസ് പറയുമ്പം അങ്ങനെ മാറി ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ തൽക്കാലം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഇതിടാം എന്നാണ്. ലൊക്കേഷനിൽ ചെന്നിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് അപ്പോൾ പറയരുത് നിങ്ങൾ അയ്യോ അതിന് ചേച്ചി ഈ കമ്മലല്ലല്ലോ ഇട്ടത്. അത് നേരത്തെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ജാമ്യം എടുത്തതാണ്. ഇത് ഞാൻ ഇപ്പം മനസ്സിൽ വിചാരിക്കുന്നു. അവിടെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ഫോട്ടോയിൽ കാണിക്കാം കേട്ടോ. പിന്നെ ഒരു റെഡ് അല്ലേ, റെഡും ഇതിന് നമ്മൾ എന്തിടും? ശരിക്കും ഒരു ലെങ്തി കമ്മലുണ്ട് കേട്ടോ റെഡ്. ഇത് ശരിക്കും എനിക്ക് അനോഖി എന്ന് പറഞ്ഞ സ്റ്റോറിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ശരിക്കും ഇതാണ്ടോ, നല്ല റെഡാണ്. എന്താ ഇത് ഇടാമെന്ന് വിചാരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു നോക്കട്ടെ. അതാ ഇവിടെ ഒരു റെഡ്. ഇത് ശരിക്കും ഞാൻ എവിടെ നിന്ന് മേടിച്ചതാണ്? കുഷൽസിന് മേടിച്ചതാണ്. ഞാൻ നമ്മുടെ ഇതിൽ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ കൂടെ പോകുമെന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയില്ല ഇതെന്താ പ്രശ്നം എന്നറിയാമോ? നമ്മളിങ്ങനെ നോക്കുമ്പം നമുക്ക് എല്ലാ ജ്വല്ലറിയും ഓക്കെ ആണെന്ന് തോന്നുന്നത്. നമ്മൾ മേക്കപ്പ് ചെയ്ത് ഹെയർ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലതിടുമ്പോഴത്തേക്കും ഭയങ്കര വലുത് തോന്നും. ചിലതിടുമ്പോൾ ഒന്നുമില്ല എന്ന് പോലെ തോന്നും. അപ്പോൾ ചിലപ്പോൾ ചില ഡ്രസ്സുകൾ അതിനനുസരിച്ച് സൂട്ട് ചെയ്ത് വന്നാലേ നമുക്ക് ഓർണമെൻറ്റ്സ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻറ്റയർലി വേറെ ലുക്കായിരിക്കും. ചില ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖവും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപമൊക്കെ അങ്ങ് മാറിപ്പോവും. ഇതാണ് അതിൻ്റെ കമ്മൽ. അതിനൊരു ചെറിയൊരു റൂബി സ്റ്റോണും ഒരു വൈറ്റ് സ്റ്റോണൊക്കെയാണ്. അപ്പോൾ ഇതിൽ റെഡ് ഉള്ളത് കൊണ്ട് ഇത് ഓക്കെ ആയിരിക്കും. ഇനി അതും അല്ലെങ്കിൽ നമ്മളൊരു ഒരു പിങ്കിഷ് ഒരു ഇതും കൂടെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അത് നമ്മൾ പറക്കാട്ടിൽ നിന്ന് എടുത്തായിരുന്നു. അതിൻ്റെ സെറ്റ് തന്നെ കമ്മലും ഉണ്ട്. നല്ല 2 കിന്നരിയൊക്കെ ആയിട്ട് ഇതും ഓക്കെയാണ്. അപ്പം ഈ 3 സെറ്റും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കാരണം ഇതിപ്പം വണ്ടിയിൽ എടുത്ത് വെക്കുന്നതിന് നമുക്ക് വലിയ ചിലവൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് 3ഉം നമ്മൾ എടുത്ത് വെക്കാം. ഏതാണ് നന്നാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ സെറ്റുണ്ട്, റെഡും റൂബിയും കൂടെയുള്ള സെറ്റുണ്ട്. പിന്നെ ഈ ഒരു ലോങ് കമ്മലും ഉണ്ട്. ഇത് 3ഉം നമ്മൾ ഈ ഡ്രസ്സിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് വൂൾ ഗ്യാതറിങ്ങിൻ്റെ സാരിയാണ്. ഈ സാരിക്ക് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും ഇതൊരു എന്താ പറയുക,
ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സെറ്റിലല്ലേ. അപ്പം നമുക്കിതിൻ്റെ കൂടെ ഗോൾഡ് ഇട്ടാലും വൃത്തികേടായിരിക്കും, സിൽവർ ഇട്ടാലും കുറച്ചൊരു ഇതായിരിക്കും. ഇതിൻ്റെ കൂടെ പേളായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാനൊരു പേളിൻ്റെ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു, നമ്മുടെ ജ്വല്ലറി വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. ഇത് ഓക്കെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഗോൾഡ് വന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ ഇടാം, ഇതിൻ്റെ സെറ്റായിട്ട് ഇടാം. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട് കേട്ടോ. ഇതാ ഇതിൻ്റെ കമ്മൽ ഇതാണ് ഉണ്ടോ, ഇത് സെയിം ഡിസൈൻ തന്നെ. ഇതെനിക്ക് തോന്നുന്നു ഇപ്പം നമുക്ക് മീഷോയിൽ ഓൺലൈനിലൊക്കെ കിട്ടും. ഇത് ഏതിൻ്റെ ആയിരുന്നു? ഭാര്യ നടക്കുന്നു. ഭാര്യയാണോ? അല്ല, പൗർണമി തിങ്കളുടെ എപ്പിസോഡിലാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഉണ്ടോ. ഇതൊരു പേൾ സെറ്റ്. ഇത് നമുക്ക് നോക്കാം. ഇതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഞാൻ വെച്ചിരിക്കുന്നത് വെറുതെ പേള് മാത്രം. എന്താ ഇത് മിച്ചം വന്ന പേളാണേ, ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. എന്താ ഇങ്ങനെ ഒരു 2 ലെയർ പേള് മാത്രം. ഇതെങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഇതും ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതും അല്ലെങ്കിൽ ഇതും ഇച്ചിരി ഹെവിയാണോ, ഇത് പോരാൻ തോന്നുവാണെങ്കിൽ അവിടെ നിൽക്കട്ടെ. ഒരു കുഞ്ഞ് പേളിൻ്റെ സെറ്റുണ്ട്. ഇതൊരു ക്യൂട്ട് സെറ്റാണ്. അത് പേളും സിൽവറും കൂടെ ഉള്ളത്. അതിൻ്റെ തന്നെ കമ്മലും ഉണ്ട്. ഈ പെൻഡൻ്റ് തന്നെയാണ് അതിൻ്റെ കമ്മലും വരുന്നത്. എന്താ ഇങ്ങനെ ഇതും ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അതുകൊണ്ടുള്ളതെല്ലാം പറക്കി എടുത്തുകൊണ്ട് പോവുക. ഇനി അത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അയ്യോ ആ കമ്മൽ എടുക്കണ്ടായിരുന്നു അങ്ങനെ തോന്നി നമുക്ക് തിരിച്ചു വരാൻ പറ്റുമോ? തിരുവനന്തപുരം വരെ പോയിട്ട്. ഇതൊക്കെ പിന്നെ ഞാൻ ഈ ബ്ലാക്ക് ജിങ്ക ബ്ലാക്ക്, ഈ ബ്ലാക്കിന് ശരിക്കും ഇതിനും മാല വേണ്ട, കമ്മൽ മാത്രം മതി. ഇങ്ങനൊരു സെറ്റ് ഞാൻ എടുത്ത് ഇത്. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൽ ശരിക്കും വൈറ്റാണ്, ഒരു സിൽവറി ഫിനിഷാണ്. പക്ഷെ നമുക്ക് ഈ ഡ്രസ്സിൽ ഗോൾഡൻ ആണുള്ളത്. അപ്പം ഞാൻ ഇതൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ഗോൾഡൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കമ്മലുണ്ട്. ഇത് വേണ്ട, ഇങ്ങനെ കിടന്നപ്പോൾ അത് ഒരു പകുതി ഇതുപോലെ തോന്നും, റിങ് പോലെ തോന്നും. ഇതും ഓപ്ഷണൽ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം മാല നമുക്ക് വേണ്ട, കാരണം ഇത് കോളർ ഉള്ള ഒരു ഡ്രസ്സായതുകൊണ്ട് മാല വേണ്ട. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഡ്രസ്സിന് ഓപ്ഷൻ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഫോട്ടോ ഇടാം, കാരണം എനിക്ക് തന്നെ ഉറപ്പില്ല ഏതൊക്കെ ഇടും എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയാത്തത്. പിന്നെ നമ്മുടെ ആലിയയ്ക്ക് ഞാൻ വിചാരിച്ചത്, ആദ്യം ഞാൻ ഒരു ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഒരു സെറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അത് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എന്താ സിൽവർ ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇങ്ങനെ ഒരു ഫുൾ ഇങ്ങനെ കഴുത്ത് നിറഞ്ഞ്. ഇതിൻ്റെ തന്നെ കമ്മലും ഉണ്ട്. കമ്മൽ സെയിം ഡിസൈൻ തന്നെയാണ്. കുറച്ച് ഹെവിയാണ്, കാരണം ഇത് സൽവാർ നല്ല സിമ്പിളാണേ. അപ്പം അതുകൊണ്ട് കുറച്ച് ഹെവി ജ്വല്ലറി ഇടാം എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഓപ്ഷനാണ്. ഇനി അതല്ല, ഇപ്പോൾ കഴുത്ത് ഫ്രീ ആയിട്ടിടുകയാണ്. എൻ്റെ കഴുത്ത് ഫ്രീ ആയിട്ടിട്ടാൽ എനിക്ക് കൊള്ളില്ല, കാരണം എനിക്ക് ഈ കഴുത്തിലിങ്ങനെ റിങ്കിൾസ് പോലെ, റിങ്കിൾസ് അല്ല ശരിക്കും, ഇത് ഞങ്ങളുടെ ഒരു ഫാമിലി ട്രൈറ്റ് ആണ്. ഇങ്ങനെ കുറേ എല്ലാവർക്കും ഉണ്ട്. അമ്മയ്ക്കുണ്ട്, അമ്മമ്മയ്ക്കുണ്ട്. പണ്ട് എന്തോ കവികൾ പാടിയിട്ടുണ്ടെന്ന്, ശംഖ് കഴുത്തെന്നാണ് അതിന് പറയുന്നത്. ആയാണോ എന്തോ എനിക്കറിഞ്ഞൂടാ, എന്തായാലും ഉണ്ട്. എന്നെയൊക്കെ പണ്ട് കളിയാക്കുമായിരുന്നു, നിലവിളക്കാണ്, ബിസ്ലറി കുപ്പി, കിണർ, റിങ് വാർത്തിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഈ ബോഡി ഷേമിങ് സഹിച്ച് ഞാനൊരു വഴിക്കായി. പിന്നെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് കമ്മൽ മാത്രം. നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഇതുണ്ടല്ലോ, കമ്മൽ മാത്രം. അത് ഇതിന് പറ്റുന്ന ഒരു ബ്ലൂ സ്റ്റോൺഡ് ആയിട്ടുള്ളൊരു കമ്മൽ. ഇത് ഇച്ചിരി ആർഭാടമാണ്. ഇനി അത് നമ്മൾ ഇട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. അപ്പോൾ മാലയില്ലാതെ ഇത് മാത്രം ഇടാൻ പറ്റുവാണെങ്കിൽ ഇതും ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും ഇരിക്കട്ടെ. അത് നമ്മുടെ ആലിയ കുട്ടിക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ പഞ്ചാബി സാധനത്തിന്, പഞ്ചാബിക്ക് ഞാനിതിന് ഒരു ഇത് തന്നെ ഈ ബോട്ടിൽ ഗ്രീൻ തന്നെ എൻ്റെ കയ്യിലൊരു സെറ്റുണ്ട്. അപ്പോൾ അത് ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതങ്ങ് എടുത്താലോ, ആ സെറ്റ് അങ്ങ് ഇടാമെന്ന് വിചാരിക്കും. കണ്ടോ, സെയിം കളറാണ് കണ്ടോ. അതിൻ്റെ തന്നെ കമ്മലും ഉണ്ട്, സെയിം ഇതേ ഒരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിലാണ്. ഇതിൻ്റെ വർക്കും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഇതിടാമെന്ന് വിചാരിക്കുന്നു. എന്താ അത് ചോക്കറായിട്ട് ഇതാ ഇങ്ങനെ വരും. അപ്പം എൻ്റെ ഈ റിങ്ങുകൾക്ക് ഒരു മറ കിട്ടും റിങ്ങിന്. അപ്പം അങ്ങനെ ഇതിന്
ഈ സെറ്റ് ഇടാമെന്ന് വിചാരിക്കുന്നത്. അതല്ലാതെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. എൻ്റെ കയ്യിലൊരു വലിയ സെറ്റ് ഉണ്ട്, പക്ഷെ അതൊക്കെ ഇച്ചിരി ആർഭാടമാണ്. ഇതുണ്ടോ, ഞാനിത് നമ്മുടെ വ്ളോഗിൽ, ജ്വല്ലറി വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു സെറ്റ് ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെത് ഒരു ഡയമണ്ട് ഫിനിഷ് കമ്മലും ഉണ്ട്. ഇതും വേണമെങ്കിൽ ഒന്നെങ്കിൽ സാരിയുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആലിയ ഡ്രസ്സിൻ്റെ കൂടെയോ ഒക്കെ ഇടാം. എനിക്കൊന്ന് ഈ ഡ്രസ്സിന് ഒരു 2000 ആ റേഞ്ചൊക്കെയാണ് ഇത് വന്നിരിക്കുന്നത്. ആലിയ ഡ്രസ്സ് വന്നത് ഒരു 3000 2900 സംതിങ് 3000-ൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഈ ഡ്രസ്സ്. പിന്നെ ഇത് വന്നിട്ട് ഇതും 3000-ൻ്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. വെസ്റ്റ് സൈഡിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഉണ്ട് 3യുടെ അടുത്തുണ്ട്, 2.5 3യുടെ അടുത്തുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് വൂൾ ഗ്യാതറിങ്ങും ദീപാവലിയൊക്കെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നതാണ്. ശരിക്കും അവർക്ക് താങ്ക്സ് പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. കാരണം വളരെ ഷോർട്ട് നോട്ടീസിലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞ് എനിക്ക് ചെയ്തു തരാൻ പറ്റുമോ. കാരണം ഒരുപാട് ബ്രാൻഡ്സ് നമുക്ക് കർട്ടസി തരാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്തുപോലെ ആഡ് പോലെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സ് കുറവാണ് എനിക്ക് വളരെ. കാരണം ഞാൻ അങ്ങനെ നമ്മൾ കൂടുതലും സീരിയലുകളാണ് ചെയ്യുന്നത്. അതുപോലെ ടെലിവിഷൻ ഷോസ് വളരെ കുറച്ചേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ പെട്ടെന്നൊരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞപ്പം അവർ വളരെ സ്നേഹത്തോടെ എനിക്ക് ചെയ്തു തരാമെന്ന് പറയുകയും ഓൺ ടൈമിൽ എനിക്കിത് എത്തിച്ചു തരികയും ചെയ്തു. അതിന് താങ്ക് യു സോ മച്ച്. ദീപ ചേച്ചിയോടും ലിജിയോടും പ്രത്യേകം താങ്ക് യു പറയുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഈ എപ്പിസോഡ് കാണണം. ഈ എപ്പിസോഡ് മാത്രമല്ല കേട്ടോ, കോമഡി മാസ്റ്റേഴ്സ് അമൃതയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പം അതും കാണണം. എന്നിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. ഏത് ഡ്രസ്സാണ്, ഏത് ജ്വല്ലറിയാണ്, ഏതൊക്കെ മാച്ച് ആകുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെ ഞങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക. ഈ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ പാക്കിംഗ് വിശേഷം. ഇത് നോക്കിയേ, ഈ മറ്റേ ചില ഷോപ്പിൽ ഡിസ്കൗണ്ട് സെയിൽ കിടക്കുന്ന പോലെ ഉണ്ട്. ഈ കട്ടിൽ വൃത്തിയേടാക്കിയതിന് കിഷോറേട്ടൻ എപ്പോൾ എന്നെ തെറി പറയും. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് റെഡി ആവട്ടെ, രാത്രി പോകേണ്ടതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, ആരോഗ്യമായിട്ട് സ്നേഹമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും മറ്റ് കണ്ടൻറ്റും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.